ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇന്നലെ UPSCയുടെ റിസൾട്ട് വന്നായിരുന്നു വൈകുന്നേരം കഴിഞ്ഞപ്പം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് ഞാനിപ്പോൾ തോറ്റാലും ശരി ജയിച്ചാലും ശരി റിസൾട്ട് എന്തായാലും ഞാൻ നിങ്ങളോട് വന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് ഞാൻ തോറ്റുപോയി. എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെയായിരുന്നു ഞാൻ റിസൾട്ട് നോക്കിയത്. റോൾ നമ്പർ നോക്കിയപ്പോൾ റോൾ നമ്പർ ഉണ്ടായില്ല ലിസ്റ്റിൽ. കൂടുതൽ അറിയുന്നില്ല, എനിക്ക് നല്ല സങ്കടമായിരുന്നു. എന്നിട്ട് അമ്മേനോട് പോയി പറഞ്ഞു, അനിയത്തിനോട് പോയി പറഞ്ഞു, ബോയ് ഫ്രണ്ടിനോട് പോയി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും എന്നെ കുറ്റം പറയാനുണ്ടായിരുന്നില്ല, എന്നെ വഴക്കുറയാനോ കാര്യത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. സാരില്ല, അടുത്ത പ്രാവശ്യം കിട്ടും, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു എനിക്ക്. എന്നെ വേറെ ഏത് കാര്യത്തിനും പ്രഷറൈസ് ചെയ്യാനോ ഒന്നും അവർ നിൽക്കത്തില്ല. ഫുള്ളി സപ്പോർട്ടാണ്. അപ്പോൾ അതെൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, ഇന്നും നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതാ ഒന്ന് കട്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു, അതായത് ഞാൻ നേരത്തെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ പറഞ്ഞായിരുന്നു ഞാൻ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുന്നില്ല, റിസൾട്ട് വരുമ്പോൾ നോക്കോളാം, ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ആൻസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം, എന്നിട്ട് മെയിൻസ് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതാണ് ശരിയെന്ന് തോന്നി. അപ്പോൾ ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, എക്സാക്റ്റ് കട്ട് ഓഫ് കടന്നില്ല. എനിക്ക് ഏകദേശം 41 എങ്ങാണ്ട് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ അതൊക്കെയായിരുന്നു കാര്യം. സിസാറ്റിന് എന്തായാലും ഞാൻ കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചു. കാരണം സിസാറ്റ് എനിക്ക് വീക്ക് തന്നെയാണ്. ഇപ്പോൾ സിസാറ്റിന് കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ എത്തിക്സിന് കോച്ചിങ് എടുക്കണം. എത്തിക്സ് എനിക്ക് വീക്കാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെൻറ്റർഷിപ്പ് എടുക്കണം. നല്ലൊരു മെൻറ്ററിനെ കണ്ടുപിടിക്കണം. കാരണം എനിക്ക് ആൻസർ റൈറ്റിങ്ങിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരാൾ വേണം. സോ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എങ്കിലും ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ആകാംക്ഷയിൽ പോയി നോക്കിയാട്ടോ. പക്ഷെ ഉണ്ടായില്ല. എനിക്ക് നല്ല കരച്ചിൽ വന്നായിരുന്നു, എനിക്ക് നല്ല സങ്കടം വന്നായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ഇതൊന്നുമല്ല. ആക്ച്വലി ആ സമയത്ത് എൻ്റെ കൂടെ എന്ന് വെച്ചാൽ എൻ്റെ സിബ്ലിങ്സ്, പിന്നെ അമ്മ, പിന്നെ എൻ്റെ ബോയ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടോ. അത്രയധികം എന്ന് വെച്ചാൽ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് വേണ്ടാന്നോ അല്ലെങ്കിൽ ഇതില്ലാതെ വേറെ എന്തെങ്കിലും നീ ചെയ്യുമോ അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം ഇതിന് പഠിക്കാൻ ഇറങ്ങിയതും എല്ലാം എൻ്റെ തീരുമാനം മാത്രമായിരുന്നു. അവരിപ്പോൾ ഞാൻ എന്ത് പറയുന്നു അതിന് അവരെന്നെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തൊക്കെയല്ലേ പറയണേ, അവരെന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഒരുപാട് പേര് UPSCയുടെ പ്രിലിംസ് എക്സാം പാസ്സായെന്ന് കേട്ടു. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ മെയിൻസ് വരികയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, എന്നിട്ട് ഫൈനൽ ലിസ്റ്റിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേര് വേണം. പിന്നെ ഇനി തോറ്റവരോട് പറയാനുള്ളത്, സാരില്ല, നമുക്ക് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കിയിട്ട് നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. ഇതൊന്നിൻ്റെയും അവസാനമല്ലല്ലോ, നമുക്കിനി ട്രൈ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതുവരെ UPSC CSCക്ക് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊരു എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു പ്രിപ്പയർ ചെയ്യണം, വേറെ എക്സാംസിനും കൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ GKയിലായാലും ഇപ്പോൾ പൊളിറ്റി, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനുണ്ടല്ലോ, ഇപ്പോൾ പൊളിറ്റി, ഹിസ്റ്ററി ഇതൊക്കെയുണ്ട്, ജോഗ്രഫി ഒക്കെ ഉണ്ടല്ലോ, എക്കണോമിക്സ് ഉണ്ട് മെയിനായിട്ട്. സോ ഈ ഏരിയാസിൽ നമുക്ക് ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് പഠിച്ചെടുക്കണം.
സോ ഇത്തിരി എഫേർട്സ് അതിലും കൂടി ഇടണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സോ കാരണം ഇപ്പോൾ എനിക്ക് SSC CGL പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നബാർഡിൻ്റെ എക്സാം ആണെങ്കിലും ഇപ്പോൾ RBI ഗ്രേഡ് ബിയുടെ എക്സാം ആണെങ്കിലും എനിക്ക് ആ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം നമ്മൾ UPSCയുടെ പ്രിപ്പറേഷൻ ആണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ദിവസം ജസ്റ്റ് എനിക്ക് തന്നെ ഒരു ബ്രേക്ക് കൊടുക്കാൻ നേരത്തെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് UPSCയുടെ പ്രിപ്പറേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. കൂടിപ്പോയ ഒരു 1 വീക്ക് അതിനുള്ളിൽ എല്ലാം എന്താ പറയുക ഓക്കെ ആയിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും UPSCയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എക്സ്ട്രാ എഫേർട്ട് കുറച്ചും കൂടി ഈ SSCയുടെ എക്സാം പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് എഫേർട്ട് അതിലും കൂടി ഇടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ ഇങ്ങനെയൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.